നമസ്കാരം. കാസർഗോഡ് പെർള ടൗണിൽ വൻ തീപിടുത്തം. 9 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രിയിൽ ഉണ്ടായിരുന്ന തീപിടുത്തം ആണ് പിന്നീട് 6ഓളം ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച പുലർച്ചെയോടെ തീ അണയ്ക്കുകയായിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് പെർള ടൗണിൽ വൻ തീപിടുത്തമുണ്ടായത്. പെർള ടൗണിലെ ബി ഗോപിനാഥ് പേയുടെ കെട്ടിടത്തിലെ 9ഓളം കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടെ കെട്ടിടത്തിന് തീ പിടിക്കുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. കാസർഗോഡ്, ഉപ്പള, കാഞ്ഞങ്ങാട്, കുറ്റിക്കോൽ എന്നിവിടങ്ങളിൽ നിന്നും 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഞായറാഴ്ച പുലർച്ചെയോടെയാണ് തീ അണയ്ക്കാൻ സഹായിച്ചത്. കെട്ടിടത്തിലെ പെയിന്റ് കട, ഫാൻസി കട, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പ്, ഗോപിക ടെക്സ്റ്റൈൽസ് വസ്ത്രാലയം, AKM വെജിറ്റബിൾ കട, ജ്യൂസ് കട തുടങ്ങിയവ പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയം. തുടർച്ചയായി തീപിടുത്തമുണ്ടാകുന്ന പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ പെർളയോ ബദിയടുക്കയോ കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഫർണിച്ചർ ഉൾപ്പെടെ കത്തിനശിച്ച തീപിടുത്തത്തിൽ ഓരോ കടകൾക്കും ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചതായും വ്യാപാരികൾ പറയുന്നു. എൻ്റെ പേര് രാജാറാം ഷെട്ടിനാണ്. ഞാൻ പെർള വ്യാപാരി വ്യവസായിൻ്റെ പ്രസിഡൻ്റാണ്. ഇന്നലെ രാത്രി ഏകദേശം 12 മണി ആ സമയത്താണ് ഷോപ്പിലേക്ക് തീ പിടിച്ചത്. സാദത്ത് സ്റ്റോർ എന്ന് പറയുന്ന ആ ഷോപ്പിലായിരുന്നു ആദ്യം തീ കണ്ടത്. ഉടനെ അത് പറന്ന് പമ്പളിച്ച് ഉടനെ ഏത് ഷോപ്പുകൾ ഉടനെ കത്തിക്കഴിഞ്ഞു, ചാമ്പലായി. പച്ചക്കറി ഷോപ്പ് അടക്കം, ഗോൾഡ് ഹൗസ് അടക്കം 6 ഷോപ്പ് കത്തിയിട്ടുണ്ട്. വ്യാപാരം ഇപ്പോൾ മേഖലയിൽ ഒട്ടാകെ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് ഇത് ഭയങ്കരമായ ഒരു നഷ്ടമാണ് വ്യാപാരികൾക്കായത്. പിന്നെ നമുക്ക് ഭയങ്കര ബേജാറുണ്ട്. അങ്ങനെ എന്താ ചെയ്യാത്ത കറണ്ട് തീ പിടിച്ചിട്ടാണ് കത്തിയതാണെന്ന് നമ്മൾ ഇത് വ്യാപാരി സംഘടന ഓരോ കൂടെ ഉണ്ട്. എല്ലാ വേണ്ട സഹായം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. അത്ര ഏകദേശം 10 ലക്ഷത്തോളം നഷ്ടമുണ്ട്. എല്ലാം പുതിയ സാധനം, ഫർണിച്ചർ, ഫ്രിഡ്ജ്, സ്കെയില്, ഇൻവെർട്ടർ, ക്യാമറ എല്ലാം നമ്മളെല്ലാം ഇന്നലെ സാധനം അടിച്ചത്. ഞായറാഴ്ചയാണ് നമുക്ക് അധികം കച്ചവടം. ഏകദേശം 10 ലക്ഷത്തോളം നഷ്ടമുണ്ട്. 12-12 ഇടയ്ക്കാണ് തീ പിടിച്ചതാണെന്ന് പറഞ്ഞു. 12-15 ഫയർ വിളിച്ചിട്ടുണ്ട്. സാധാരണ 1 മണിക്കൂർ നേരത്തെ അത് എത്തിന് വണ്ടി. പക്ഷെ അത് കാസർഗോഡ് വരുമ്പോൾ എന്തായാലും 10-30 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്റ്റേഷനിൽ എത്തണമെങ്കിൽ എത്ര സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അടുത്ത് ബദിയടുക്കയോ പെർളയോ ഇവിടെ എവിടെയെങ്കിലും ഒരു ഫയർ സ്റ്റേഷൻ തുടങ്ങുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ഒരു സഹായമായിരിക്കും. ഇവിടെ തീപിടുത്തം സാധാരണമായിട്ട് ഇവിടെ കൂപ്പിലൊക്കെ പിന്നെ ഇവിടെ കുന്നിലെല്ലാം എല്ലാ റബ്ബർ എസ്റ്റേറ്റിലൊക്കെ തീ പിടിക്കാറുണ്ട്. ഇതെല്ലാം ഈ കാസർഗോഡ് നിന്ന് എത്തുമ്പോൾ 1 മണിക്കൂർ കഴിയും. അപ്പോൾ പകുതി എല്ലാം കത്തി കഴിഞ്ഞ ശേഷമാണ് ഈ വണ്ടിയൊക്കെ എത്തുന്നത്. അപ്പോൾ ഈ ബദിയടുക്ക അല്ലെങ്കിൽ പെർള ഈ ഏരിയയിൽ ഒരു ഫയർ സ്റ്റേഷൻ്റെ ആവശ്യമാണ്. ഇത് സാധിച്ചു കൊടുക്കണം. നമ്മളൊരു വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ പേരിൽ നമ്മൾ പറയുന്നത് അത് നമുക്കൊരു ആവശ്യമാണ് ഇവിടെ.